ഒന്നിച്ച് യാത്ര പോകാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. അങ്ങനെ അവസാനം പഠിച്ചുകൊണ്ടായിട്ടൊരു പ്ലാൻ കണ്ടെത്തി തന്നു. പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് നമ്മൾ കറങ്ങാനല്ല കേട്ടോ, നമ്മൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ്. 11-ാം തീയതി കയറേണ്ട ഷിപ്പായിരുന്നു, നമ്മൾ കയറിയത് 16-ാം തീയതി. അത്രയും ദിവസം ഷിപ്പ് ഡിലേ ആയി ഈ വെതർ കാരണം. വാട്ടേ വെറുതെ എന്ന് പറയുന്നത് വെറുതെ അല്ല ഗൈസ്. അപ്പോൾ അവസാനം ഇന്നും ഷിപ്പ് ക്യാൻസലാവുമെന്ന് കരുതി, പക്ഷേ ക്യാൻസലായില്ല. ഞങ്ങൾ കയറി ഒരുപാട് പ്രാർത്ഥിച്ചു കേട്ടോ, ക്യാൻസലാവില്ല. ഷിപ്പിൻ്റെ റോളിംഗ് കാരണമാണ് ഈ പെട്ടി ഇങ്ങനെ പോകുന്നത്. റോളിംഗ് എന്ന് വെച്ചാൽ ഷിപ്പിലുള്ള ആട്ടം എന്ന് പറയും. എന്നിട്ട് നമുക്ക് ബങ്ക കിട്ടിയത്, നമ്മൾ സീറ്റ് തപ്പിപ്പോയി. പിന്നെ സീറ്റിലെത്തിയപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. വിശക്കുമ്പോൾ ഞങ്ങളല്ലാതാവുന്നു എന്നുള്ളതല്ല, ചക്ക പൊരിച്ചത് തിന്നുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. കണ്ടു, എവിടെയായാലും തീറ്റ മുഖ്യം. അങ്ങനെ ചക്ക പൊരിച്ചതും കഴിച്ചിട്ട് നമ്മൾ പുറത്ത് നിൽക്കാൻ പോയപ്പോൾ ഇതാണ് അവസ്ഥ ആയിട്ട്. ഇത് അൺലോഡിംഗ് ആണ്, അതായത് നാട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഇറക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ടായി. പക്ഷേ എന്താണെന്നറിയോ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാണ്, ഇതാണോ നിങ്ങൾ പറയുന്ന ഭാഗ്യം? മാസത്തിൽ 1-2 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഷിപ്പ് ഉണ്ടാവാറ് ഈ വർഷക്കാലങ്ങളിലൊക്കെ. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെയാണ് ഷിപ്പ് ഉണ്ടാവാറുള്ളത്. ആ ഷിപ്പിൽ വരുന്ന പരിമിതമായ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് കിട്ടാറ്. പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ വന്ന് നിന്ന് കേട്ടോ, കാരണം രാവിലെ തൊട്ട് അൺലോഡിങ് തുടങ്ങിയതാണ്, പക്ഷേ ഇതുവരെ അൺലോഡിങ് തീർന്നിട്ടില്ല. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കടക്കാരും ഉണ്ട്. പക്ഷേ ഒരു കടക്കാർക്ക് 5-6 കെട്ടെന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ. ഇത്രയും സാധനങ്ങൾക്ക് ഇവിടെ ഒത്തിരി ആവശ്യക്കാരുണ്ട് കേട്ടോ. ചില വീട്ടിലൊന്നും സാധനം കിട്ടില്ല, നേരത്തെ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഈ അൺലോഡിങ് ചെയ്യുന്നത് നോക്കിയിരുന്നു കേട്ടോ. ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് അൺലോഡിങ്. ഇപ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, നേരത്തെ ബോട്ടിലോട്ടായിരുന്നു ഇറക്കുന്നത്. ചില കെട്ടൊക്കെ വെള്ളത്തിൽ വീണ് പോകും, ചിലതൊക്കെ മിസ്സായി പോകും. അങ്ങനെ ഒരുപാട് ഇത് സംഭവിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഈ ഈസ്റ്റേൺ സൈഡ് ജെട്ടി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. എന്നാൽ കൂടെ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ അൺലോഡിങ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഒരു കെട്ട് പോലും, അതായത് ഒരാളുടെ ഒരു കെട്ട് പോലും എവിടെയും മിസ്സാവാണ്ട്, വെള്ളത്തിൽ പോലും പോവാണ്ട് അവരവരുടെ ജീവൻ കൊടുത്ത് രക്ഷിക്കുന്നു എന്ന് വേണേലും പറയാം. കാരണം ഇത്രയും മഴയത്തും വെയിലത്ത് ഇവർ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത് കൊണ്ടുവരുന്നൊരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ആ ക്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രാത്രി ആവാറായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതായത് നമ്മുടെ സ്വന്തം മെജസ്റ്റിക് ഉണ്ടാക്കിയ ഫുഡായിരുന്നു കേട്ടോ. മീൻ ബിരിയാണി ആയിരുന്നു, ഇട്ടുവെന്തയെന്ന് പറയും നമ്മുടെ ഇവിടുത്തെ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചൂരയാന്ന് കരുതി ഭയങ്കര സന്തോഷത്തിലങ്ങ് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ലഗൂൺ ഫിഷ് ആണെന്ന്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് പോയപ്പോൾ വീണ്ടും അൺലോഡിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഷിപ്പ് ഇവിടെ നടക്കാൻ എന്തായാലും ലേറ്റ് ആവുമെന്ന് കണ്ടു. അപ്പോഴാണ് നമ്മുടെ പഴയ 2 സുഹൃത്തുക്കളെ നമ്മൾ പുറത്ത് നിന്ന് കാണുന്നത്. പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയി. ബാത്റൂം നല്ല നീറ്റാണ് കേട്ടോ ഈ കപ്പലിലെത്തത്. നോർമലി ചെറിയ കപ്പലിലൊക്കെ കുറച്ച് ഇടുങ്ങിയിരിക്കും, ഇത് കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും ഒരു മിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു. ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പുറത്ത് പോയി നിന്നു. ഇതിപ്പോൾ അഗത്തി ദ്വീപാണ്. അഗത്തി ദ്വീപിലത്തെ അൺലോഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഗത്തി ദ്വീപിലും ആദ്യം കവരത്തി പിന്നെ അഗത്തിയായിരുന്നു. അപ്പോൾ അഗത്തി ദ്വീപിലോട്ടും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അൺലോഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഗത്തി ദ്വീപിൽ നിന്ന് വൈകുന്നേരം പോവുക. പക്ഷേ അതിനിടയ്ക്ക് മഴ വന്നതുകൊണ്ട് തന്നെ അൺലോഡിങ് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഹാച്ച് തുറക്കാൻ പറ്റില്ല. ഹാച്ച് എന്ന് പറയുമ്പോൾ ഷിപ്പിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തെയാണ് ഹാച്ച് എന്ന് പറയുന്നത്. അത് തുറക്കാൻ പറ്റില്ല, കാരണം നനഞ്ഞു പോകുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇനി ഇറക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. നമുക്ക് പിന്നെ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. തീറ്റ, കിടക്കുക, ഉറങ്ങുക, പിന്നെ വീണ്ടും വന്ന് പുറത്തോട്ട് ഇങ്ങനെ ഇരിക്കുക, ഇത് തന്നെയാണ് നമുക്കിവിടെയുള്ള പണി. ഷിപ്പിൻ്റെ റോളിങ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇതിലെന്തോ ഷിപ്പിൻ്റെ റോളിങ് കാണുന്നില്ല. അപ്പം നമ്മൾ ഈ ഷിപ്പ് നിങ്ങളെല്ലാവർക്കും കണ്ട് പരിചയമുള്ള ഷിപ്പായിരിക്കും. അനാർക്കലി മൂവിയിലുണ്ട്. ഇത് സെയിം ഷിപ്പാണെന്ന് മീൻസ് ഈ സെയിം സെറ്റപ്പിലുള്ള ഷിപ്പാണ്. പേരെനിക്കറിയില്ല. അത് കണ്ടോ എന്ത് റോളിംഗ് ആണെന്ന് നമുക്കിവിടെ നിന്നാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ആടി ഒലയുന്നത് കപ്പൽ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേന്ന്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ശീലമുള്ളതുകൊണ്ട് നമുക്ക് പേടിയില്ല. ഇപ്പം നിങ്ങൾക്ക് പാമ്പിനെയൊക്കെ കാണുമ്പോൾ അത്ര പേടിയില്ലല്ലോ നമ്മളെപ്പോലെ. അതുപോലെ ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡ് വന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ദിവസം കപ്പൽ ഡിലേ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടല്ലോ. എന്നാൽ കൂടെ നല്ല കിടിലം ബിരിയാണി ആയിരുന്നു ഗൈസ്. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. ബിരിയാണിയൊക്കെ കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും നാടെത്തി ഗൈസ്. ആ എത്തിയതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ ഈ മുഖത്ത് കാണുന്നത് നിങ്ങൾ. അവസാനം നമ്മൾ പെട്ടിയും കുട്ടിയും ഒക്കെ എടുത്ത് ഇറങ്ങി. ഇതാണ് നമ്മുടെ പിന്നിൽ കാണുന്ന കപ്പൽ. ഇനി
നമ്മൾ നേരിട്ട് പോയി റൂമിൽ പോയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം അടുത്ത പരിപാടിയൊക്കെ ചെയ്യാൻ. പക്ഷേ അതിന് മുന്നേ ഇത് കൂടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ലക്ഷദ്വീപ് യാത്ര ചെയ്യുന്നത്. നമ്മൾ പിന്നെ ബോട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. കാരണം കൊളംബോ ജംഗ്ഷൻ എത്താൻ ബോട്ട് വഴി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരു താരത്തെ കണ്ടു ഗൈസ്. അപ്പോൾ താരത്തിനെയും വീഡിയോ എടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ വന്ന ഷിപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.